നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ലിവർപൂളും ഒളിമ്പിക് മാർസയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ഈ കളി നടക്കുന്നത്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ മാർസെ 16ാം സ്ഥാനത്താണെങ്കിൽ ലിവർപൂൾ 11ാം സ്ഥാനത്താണ്. ഇന്നത്തെ കളി വിജയിക്കുക, മുന്നോട്ട് കയറുക, ഇത് തന്നെയാണ് കൃത്യമായിട്ട് ലിവർപൂൾ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ കോച്ച് ആർനെ സ്ലോട്ടിൻ്റെ ജോബ് അത്ര സേഫ് അല്ല. ലിവർപൂളുകാർ പലരും സ്വപ്നം കാണുന്ന ഷാബി അലോൺസോ ഇപ്പോൾ ഫ്രീയുമാണ്. അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് പറഞ്ഞു വിട്ടല്ലോ. അപ്പോൾ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആർനെ സ്ലോട്ടിനോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, ഷാബി അലോൺസോ ലിവർപൂളിൻ്റെ കോച്ചായി വരുമോ? ആരോടാണ് ചോദിക്കുന്നത്? ഇപ്പോൾ അവിടെ കോച്ചായിരിക്കുന്ന ആളോടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഷാബി എന്നെ വിളിച്ചിരുന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു അടുത്ത 6 മാസം കഴിയുമ്പോൾ അദ്ദേഹം കോച്ചായി വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സർക്കാസ്റ്റിക്കായിട്ട് പറയുകയാണ്. കാരണം ഇത് ചോദ്യം ഇഷ്ടപ്പെടില്ലല്ലോ, ആരോടെങ്കിലും എന്നെ ചോദിച്ചാൽ ഇഷ്ടപ്പെടുമോ? അദ്ദേഹം അതാ പറഞ്ഞത്. എന്നിട്ട് നോ, ഇതാണ് എനിക്ക് ഇതുവരെ നേരിടേണ്ടി വന്ന ഏറ്റവും വിയേഡായ ചോദ്യം. എന്ത് ചോദ്യമാണോ ഇത്? ഞാനിവിടെ കഴിഞ്ഞ 18 മാസക്കാലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇവിടുത്തെ വർക്ക് ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വിജയിച്ചിട്ടുണ്ട്. ശരിയാണ്, ഈ സീസണിൽ കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിന് ചോദ്യം ചോദിക്കണോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ദി ബോസ്, അതിൽ തീർച്ചയായിട്ടും ആളുകൾ കൂവുന്നത് സ്വാഭാവികമാണ്. മേ ബി കുറച്ച് കൂവലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാടൊന്നും കേട്ടു എന്നുള്ളതല്ല. പക്ഷേ നോർമലാണ്. നമ്മൾ ബേൺലിക്കെതിരെയൊക്കെ സമനിലയൊക്കെ പിടിക്കുമ്പോൾ ആരും അത്ര ഹാപ്പി ആവില്ല, ശരിയാണ്. പക്ഷേ ആളുകൾ വീട്ടിലൊക്കെ പോയി അവരുടെ ഇമോഷൻസൊക്കെ ഒന്ന് കാം ഡൗൺ ആകുമ്പോൾ മേ ബി അവർ ചിന്തിക്കും, ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഓവറല്ലേ, ടൂ മച്ച് അല്ലേ എന്ന് അവരും ചിന്തിക്കും. അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത് എന്നുകൂടി അദ്ദേഹത്തിനെതിരെയുള്ള കൂവലുകളെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹം പറയുന്നു. ഏതായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം വിജയം വളരെ നിർബന്ധമായിട്ടുള്ളൊരു സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. കടന്നു പോകുന്നത് അത്ര സുഖകരമായ ഒരു അവസ്ഥയിലല്ല. കഴിഞ്ഞ കളി ബേൺലിയോട് 1-1 സമനില പിടിച്ചു. അതിനു മുമ്പ് പ്രീമിയർ ലീഗിൽ ആഴ്സണലുമായിട്ട് ഗോൾ രഹിത സമനില. അതിനു മുമ്പ് ഫുൾഹാമുമായിട്ട് 2-2 സമനില. അതിനു മുമ്പ് ലീഡ്സ് യുണൈറ്റഡുമായിട്ട് ഗോൾ രഹിത സമനില. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ജോബ് അത്ര സേഫ് അല്ല. അത് മാധ്യമങ്ങൾ ചോദിക്കും. പക്ഷേ ഒരു കോച്ചായിരിക്കുന്ന ആളോട് മറ്റേ കോച്ചോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ദേഷ്യപ്പെടും. അത് സ്വാഭാവികമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.